നമസ്കാരം. അംഗപരിമിതികളെ അതിജീവിച്ച് ലോകം കീഴടക്കിയ അത്ഭുത വ്യക്തിത്വങ്ങൾ ധാരാളം ഇന്ന് ഈ ലോകത്തുണ്ട്. ആ അസാധാരണ വ്യക്തിത്വങ്ങളുടെ ജീവിതകഥയിൽ നിന്നും ചിലരെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. സാധാരണ മനുഷ്യരിൽ നിന്ന് വിഭിന്നമായി ശാരീരികമോ മാനസികമോ ആയ പരിമിതികൾ നേടുന്നവരാണ് ഭിന്നശേഷിക്കാർ. ജന്മന മാനസികമോ ശാരീരികമോ ആയ പരിമിതികളുള്ളവരും അപകടങ്ങളിലോ യുദ്ധങ്ങളിലോ മറ്റു ദുരന്തങ്ങളിലോ ഉൾപ്പെട്ട് അങ്ങനെ അംഗപരിമിതരായവരും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ലോകത്തിലാകെയുള്ള ജനങ്ങളിൽ ഏതാണ്ട് 15% ഭിന്നശേഷിക്കാരാണ്. അത് ഏകദേശം 100 കോടിയിലേറെ ആളുകൾ വരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ 7 പേരിൽ ഒരാൾ ഭിന്നശേഷിക്കാരനാണ്. ഇവരിൽ ഏതാണ്ട് 10 കോടി കുട്ടികൾ ഉൾപ്പെടുന്നു. ലോകത്തിലാകെയുള്ള ഭിന്നശേഷിക്കാരിൽ 80%-ത്തോളവും വികസ്വര രാഷ്ട്രങ്ങളിലാണ് കഴിയുന്നത്. ഇവരിൽ 50%-വും ചികിത്സ നേടാൻ ശേഷിയില്ലാത്തവരാണ്. വികസ്വര രാഷ്ട്രങ്ങളിലെ ഭിന്നശേഷിക്കാരായ 90%-ത്തോളം കുട്ടികളും വിദ്യാഭ്യാസം നേടാൻ വേണ്ട ചുറ്റുപാടുകൾ ഇല്ലാത്തവരാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്ഥിരോത്സാഹത്തിലൂടെ പരിമിതികളെ മറികടന്ന് പരിധികളില്ലാത്ത ഉയരങ്ങൾ കീഴടക്കിയ അനേകം പേർ ഈ ലോകത്തിലുണ്ട്. അവരിൽ ഒരാളാണ് ബെഥോവൻ. കേൾവി എത്ര സുഖകരമായ അനുഭൂതിയാണ്. ലോകത്തെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന വിശ്വോത്തര സംഗീതത്തിൻ്റെ സൃഷ്ടാവായിരുന്നു ബെഥോവൻ. സ്വന്തം കേൾവിശേഷി ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ട ശേഷമാണ് തൻ്റെ മാസ്റ്റർ പീസ് സൃഷ്ടികൾക്കെല്ലാം അദ്ദേഹം സംഗീതം നൽകിയത്. ജർമ്മൻ സംഗീതജ്ഞനും വിശ്വവിഖ്യാത സിംഫണികളുടെ സൃഷ്ടാവുമായ ലുഡ്വിഗ് വാൻ ബെഥോവൻ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച സംഗീതജ്ഞന്മാരിൽ ഒരാളാണ്. 1770 ജർമ്മനിയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് ഓസ്ട്രിയയിലേക്ക് താമസം മാറ്റി. വിഖ്യാത സംഗീതജ്ഞൻ ജോസഫ് ഹെയ്ഡനു കീഴിൽ അദ്ദേഹം സംഗീതം അഭ്യസിപ്പിച്ചു. ബെഥോവൻ വളരെ പെട്ടെന്ന് പേരെടുത്തു. 30 വയസ്സിന് മുമ്പ് തന്നെ അസുഖത്തെ തുടർന്ന് കേൾവിശക്തി കുറയുവാൻ തുടങ്ങിയെങ്കിലും അതിലൊന്നും കുലുങ്ങാതെ അദ്ദേഹം തൻ്റെ സംഗീത പ്രയാണം തുടർന്നു. ബെഥോവൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടികൾ പുറത്തു വന്നത് ബധിരതയ്ക്ക് ശേഷമാണ്. സ്വന്തം സംഗീതം പലതും കേൾക്കാനായില്ലെങ്കിലും ലോകത്തിന് എന്നും ആസ്വദിക്കുവാനും അഭിമാനിക്കുവാനുമുള്ള സൃഷ്ടികൾ അവശേഷിപ്പിച്ചാണ് 1827 ബെഥോവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇത് ബെഥോവൻ എന്ന സംഗീതജ്ഞനെ പറ്റിയുള്ള പരിമിതികളെ അതിജീവിച്ച ലോകപ്രശസ്തനായ ജർമ്മൻ സംഗീതജ്ഞനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.